നമുക്കൊരു ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും ഓരോ ഏജ് കൂടി വരുമ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുമല്ലേ, അയ്യോ നമ്മുടെ സ്കിന്നൊക്കെ ഡല്ലാകുന്നു, സ്കിന്നിലൊക്കെ ചുളിവുകൾ വരുന്നു എന്നൊക്കെ ഓർത്ത് നമുക്കൊരു വേവലാതി, ഒരു പേടിയൊക്കെ ഉണ്ടല്ലേ. വളരെ കുറച്ച് പേർക്കൊക്കെ പേടിയില്ല എന്ന് പറയുമെങ്കിലും അയ്യോ നമ്മുടെ സ്കിന്നൊക്കെ പണ്ട് നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോഴും ഒക്കെ നമുക്കൊരു സങ്കടം തോന്നത്തില്ലേ. ഒരു 100-ൽ 50 പേർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ പറയുന്നു എനിക്ക് വിഷമം വരും, അയ്യോ നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ട് ഡള്ളായി പോകുന്നു എന്നൊക്കെ ഓർത്ത് നമുക്കൊരു സങ്കടം വരും അല്ലേ. ഇന്ന് പക്ഷെങ്കിൽ നമുക്ക് എത്ര ഏജും ആയിക്കോട്ടെ, നമ്മുടെ സ്കിൻ കെയർ നമ്മൾ രാവിലെയും വൈകിട്ടുമുള്ള സ്കിൻ കെയർ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയിരുന്നാൽ ഒരു പകുതിയിലേറെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് അധികം ഡല്ലാകാതെയൊക്കെ നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. രാവിലെ വൈകിട്ടുമുള്ള സ്കിൻ കെയർ അത് തന്നെ ഒരു 50% നമ്മുടെ സ്കിന്നിനൊരു മസാജിങ്ങും ഒരു നല്ലൊരു സ്കിന്നിന് നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു വായു ശ്വസിക്കാൻ പറ്റും. നമ്മൾ രാവിലെയും വൈകിട്ടും സ്കിന്നൊന്ന് നല്ലതായിട്ട് സ്കിൻ കെയർ കൊടുക്കുക. ഈ സ്കിൻ കെയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ തന്നെ ഒരു പകുതി കാര്യങ്ങൾ 50% നമ്മുടെ സ്കിന്നിനുള്ള ഒരു നല്ല ഒരു വായു കിട്ടാനും സ്കിന്നൊന്ന് ഈവനാകാനും നമുക്ക് പറ്റും. അപ്പം ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡെയിലി നമുക്ക് ഇച്ചിരി ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് എന്നത്തെ പോലെ ഞാൻ പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഫേസ് പാക്ക് ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്കും ഉപയോഗിക്കാം. ഞാനിത് 50+ കഴിഞ്ഞവർക്ക് ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഓട്സ് കൊണ്ട് പല രീതിയിൽ നമുക്ക്, ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഓട്സാണ്. ഓട്സ് കൊണ്ട് പല രീതിയിൽ നമുക്ക് പായ്ക്കുണ്ടാകും. പക്ഷെ നമുക്ക് ഒരുപാട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഓട്സ് കൊണ്ടൊരു പായ്ക്കാണ് ഞാൻ പറയുന്നത്. അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓട്സാണ് ഫസ്റ്റ്. രണ്ടാമത് വേണ്ടിയത് ഹണിയാണ്. പിന്നെ കുറച്ച് മിൽക്കും കൂടെ വേണം, മനസ്സിലായോ. ഓട്സ് തന്നെ നല്ലൊരു ഫൈബർ, വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഓട്സ് ഉള്ളിലോട്ട് കഴിക്കുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് സ്കിന്നിൻ്റെ ഞാൻ പറയുന്നത്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റനും പെട്ടെന്നൊരു ഗ്ലോ കൊടുക്കാനും ഓട്സിന് കഴിയും. നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാനായിട്ട് ഓട്സ് നല്ലതായിട്ട് ഉപകരിക്കും. ഞാൻ ഇന്ന് ഒരു ഫേസ് പാക്കാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് സ്ക്രബായിട്ടും നല്ലതായിട്ട് ഓട്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ ഓട്സ് എടുക്കുക. നമ്മുടെ ഫേസിന് ആവശ്യമായ ഓട്സ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ശരിക്കും നമ്മുടെ ഈ ഓട്സ് ഒന്ന് വേവിക്കുക. വേവിച്ചെടുക്കുമ്പോൾ അത് കുറുകും. അപ്പോൾ വീണ്ടും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു ലൂസായിട്ട് വേണം, നല്ലതായിട്ട് വെന്തിട്ട് അതൊരു ലൂസായിട്ട് കിട്ടണം. അത് ഒരു സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഒന്നുകിൽ നല്ലൊരു വെള്ള തുണിയിൽ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ സ്കിൻ കെയറിന് മാത്രമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാറ്റി വെക്കണം. നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയിലൊന്നും ഇതരിക്കരുത്. നമ്മുടെ ഫേസിലിടുന്നതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പായ്ക്കുണ്ടാക്കാൻ എടുക്കുന്ന പാത്രങ്ങളാകട്ടെ എന്ത് സാധനവും, മനസ്സിലായോ. അത് ഉപയോഗം കഴിഞ്ഞിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഫേസിൽ ഇടുന്നതായിട്ടായി പറയുന്നത്.
പിന്നെയെന്ന് വെച്ചാൽ നമ്മളിത് നല്ലൊരു വെള്ള തുണിയിൽ അരിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം ഈ വേവിച്ച ഓട്സ് ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ അരിച്ച് അതിൻ്റെ മിൽക്കാക്കി എടുക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു മിൽക്ക് പോലെ കിട്ടും. അത് ഇങ്ങനെ വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മളതൊരു വെള്ള തുണിയിൽ അരിച്ചെടുത്തിട്ട് അതിൽ നിന്നും 2 ടീസ്പൂൺ എടുക്കുക. നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഹണി 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഹണി എന്ന് പറഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് പോളിഷ് ചെയ്യാനും നമ്മുടെ അൺഈവൻ സ്കിന്നൊക്കെ മാറ്റി സ്കിന്നൊന്ന് ഈവൻ സ്കിന്നാക്കി എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഇത്. ശരിക്കും ഈ ഫേസ് പാക്ക് നമ്മൾ ആൻറ്റി ഏജിങ് ഒരു 50+ ഉള്ളവരിടുന്നതിനും അതിന് മുമ്പുള്ളവർക്കും ഈ ഫേസ് പാക്ക് ഉപകാരപ്പെടും. നമ്മൾ ഒരു 50+ കഴിഞ്ഞവർ ആഴ്ചയിൽ 1 തവണയെങ്കിലും ഇത് ഫോളോ ചെയ്ത് വരുന്ന ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാകാനായിട്ട് ഓട്സിൻ്റെ പായ്ക്ക് പറ്റും. അപ്പം നമ്മൾ ഈ വേവിച്ച് അരിച്ചെടുത്ത ഓട്സ് നമ്മുടെ ഫേസിന് ആവശ്യമായ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ റോ മിൽക്കും കൂടെ ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കുമേ, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഇടുമ്പോൾ ഒത്തിരി ലിക്വിഡായിട്ട് പോകത്തില്ല. നമുക്ക് ആവശ്യമുള്ള ഇത് കിട്ടത്തുള്ളൂ, ഫേസിലിടാൻ തക്കതായിട്ട് നമുക്ക് കിട്ടും. കാച്ചാത്ത പാല് വേണം 1 ടീസ്പൂൺ ഒഴിക്കാനായിട്ട്. അത് അറിയാമല്ലോ, പാലിൻ്റെ അകത്ത് ഏറ്റവും നല്ലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഏതാ? നമ്മുടെ മിൽക്കിൻ്റെ അകത്ത്. ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് നമ്മുടെ റോ മിൽക്കിന് സാധിക്കും. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും എടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇനി ഓട്സ് ഇച്ചിരി സ്കിന്നിനെ ഡ്രൈ ആക്കും, നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റനാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അത്ര വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അതേസമയം ഡ്രൈ സ്കിന്നുകാർക്ക് ശരിക്കും നമുക്ക് സ്കിന്നിന് ഇച്ചിരി ഒന്നും കൂടെ ഡ്രൈ ആക്കാൻ സാധ്യതയുണ്ട്. അതിനുകൊണ്ടാണ് നമ്മൾ മിൽക്കും ഹണിയും ചേർക്കുന്നത്. മനസ്സിലായോ? ഒത്തിരി ഡ്രൈ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 2-3 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നത് ബെറ്ററായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ഓട്സ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഓട്സ് ഉണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചോറ് മാറി ചപ്പാത്തി ഓട്സൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് കഴിക്കുന്നത്. നമ്മുടെ പണ്ട് കാലത്ത് ചോറ് കഴിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ അത്രനേരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഈ ചോറിനും ഓട്സിനൊക്കെ. അപ്പോൾ എല്ലാ വീടുകളിലും ഓട്സ് കാണും അല്ലേ? അപ്പോൾ ഈ ഓട്സിൽ നിന്ന് നമുക്ക് ഇല്ലാത്തവരാരുമില്ല, ഇതെടുത്തിട്ട് നമുക്ക് ചെയ്താൽ ശരിക്കും നമ്മൾ വെറുതെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ സ്കിന്നൊന്ന് ക്ലീനപ്പ് ചെയ്യല്ലേ, അതേപോലുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടും. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനാകാനും ടൈറ്റൻ ചെയ്യാനും ഒക്കെ ഓട്സ് കൊണ്ടുള്ള പായ്ക്ക് ഉപകാരമാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. എല്ലാവരും ഒന്ന് കയറി കാണണം, കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.